അപ്പം ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പല മെത്തേഡുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതുപോലെ ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞാലേ ഉള്ളൂ വലിയ വലിയ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അത് ഇനി ഈ ചാപ്റ്ററിൽ മാത്രമല്ല, വരും അതായത് അഡ്മിഷനിൽ, റിട്ടയർമെൻറ്റ്, ഡെത്ത്, ആ ഓരോ സ്റ്റേജിലും നമുക്ക് ഈ ഒരു റേഷ്യോസ് ആവശ്യമാണ്. ഈ റേഷ്യോസ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പല പ്രോബ്ലംസും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേത് ഫുള്ള് പഠിച്ചാലും ഇത് ചെയ്യാണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് മെത്തേഡാണ്. അപ്പം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോൻ്റെ ഫോർമുല എന്താണ്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ. ഒരു പഴയ പാർട്ട്ണർ, അവർക്ക് എക്സിസ്റ്റിംഗ് ഒരു ഓൾഡ് റേഷ്യോ ഉണ്ടാവും അല്ലേ? ആ പഴയ റേഷ്യോയിൽ നിന്ന് അവർ പുതിയൊരു പാർട്ട്ണറിൻ്റെ, ഇത് നമ്മൾ അഡ്മിഷൻ്റെ കേസിലാണ് ഈ പറയുന്നത്. അപ്പോൾ പുതിയൊരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഓൾഡ് റേഷ്യോന്ന് എന്തെങ്കിലും ഒരു ഇത് അവർക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാക്രിഫൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഓൾഡ് റേഷ്യോന്ന് ആ സാക്രിഫൈസിങ് റേഷ്യോ അല്ലെങ്കിൽ ഓൾഡ് ഷെയറിന്ന് സാക്രിഫൈസിങ് ഷെയർ കുറച്ചാൽ ബാക്കിയുള്ളതാണ് ഈ പാർട്ട്നേഴ്സിൻ്റെ, പഴയ പാർട്ട്നേഴ്സിൻ്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി വയ്ക്കാം. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. P and Q are partners sharing profits in the ratio of 5:3. They admitted R as a new partner for 1/5 share in future profits of the firm. Calculate new profit sharing ratio of P, Q and R. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു സമ്മറി ഉണ്ടാക്കുക. പി ക്യു ആറ് പാർട്ട്നേഴ്സാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു സമ്മറിയാണിത്. പി ക്യു ആറാണ് പാർട്ട്ണർ. ഈ ആറ് പുതിയ പാർട്ട്ണറാണ്, അതാണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്തത്. ഇനി പിയും ക്യൂവിൻ്റെയും ഓൾഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം ഓൾഡ് റേഷ്യോ എഴുതാം. ഓൾഡ് റേഷ്യോ എത്രയാണ്? പി ആൻഡ് ക്യൂ ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3 ആണ് അല്ലേ? അതാണ് ഓൾഡ് റേഷ്യോ. അപ്പോൾ അത് അതേപോലെ തന്നെ എഴുതുക. പിൻ്റെയും ക്യൂവിൻ്റെയും താഴെ എഴുതുക. 5:3 ആണ്. ഇനി ഈ ഓൾഡ് റേഷ്യോനെ നമ്മൾ എങ്ങനെയാണ് ഓൾഡ് ഷെയർ ആക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. ഓൾഡ് ഷെയർ എന്ന് പറയുമ്പോൾ ടോപ്പിലുള്ള 5 അതുപോലെ തന്നെ നിൽക്കും. ബേസിൽ നമ്മൾ എന്താ എഴുതുക? 5+3, അത് എത്രയാണ്? 8. അത് പിൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? ഈ 5 ഡിവൈഡഡ് ബൈ ഇത് തമ്മിലുള്ള ടോട്ടൽ 5/8. ഇനി ക്യൂവിൻ്റെ ഓൾഡ് ഷെയർ എങ്ങനെ എഴുതുക? ഈ 3 എടുക്കുക. അയാളുടെ ഓൾഡ് റേഷ്യോ 3 ആണ്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ ഈ 5:3 പറയുമ്പോൾ അത് ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടുക? 8 കിട്ടും. അത് ബേസിൽ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ 5ഉം 3ഉം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ബേസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ടോട്ടൽ ചെയ്തിട്ട് എഴുതിയാൽ മതി. അപ്പോൾ അതാണ് ഓൾഡ് ഷെയർ. പിന്നെ നമുക്കൊരു കാര്യം കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 6 പുതിയ പാർട്ട്ണറാണ്. ഈ പുതിയ പാർട്ട്ണർക്ക് 1/5 ഷെയർ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതുക? ന്യൂ ഷെയർ എന്ന് പറയുമ്പം 6ൻ്റെ നേരെ എത്ര എഴുതുക? 6ൻ്റെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞ് 1/5 ആണ്. ഇനി നമ്മളെടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ഇപ്പം പിൻ്റെയും ക്യൂവിൻ്റെയും ഓൾഡ് ഷെയർ തന്നിട്ടുണ്ട്, പുതിയ പാർട്ട്ണറായിട്ടുള്ള 6ൻ്റെ ന്യൂ ഷെയറും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പി ക്യു ആറിൻ്റെയും 3 പേരുടെയും ന്യൂ ഷെയർ എത്രയാണെന്നുള്ളതാണ് കാണാൻ പറഞ്ഞത്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്നുള്ളതാണ് കാണാൻ പറഞ്ഞത്. അപ്പം ഇനി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സങ്കല്പിക്കുക, ബിസിനസ്സിൻ്റെ ഇവർ 3 പേരും കൊണ്ട് നടത്തുന്ന ബിസിനസ്സിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് ഒന്നായിട്ട് സങ്കല്പിക്കുക. 1 എന്നുള്ള ലെറ്റ് ടോട്ടൽ പ്രോഫിറ്റ് ബി 1 ഒന്നായിട്ട് സങ്കല്പിക്കുക. അതിൽ ആ 1ൽ 1/5 ഷെയർ അല്ലേ? 1/5 ഷെയർ പുതിയ ആൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? 1ലെ 1/5 ഷെയർ ന്യൂ ഷെയർ എന്ന് പറഞ്ഞത് 1/5, അത് 6ൻ്റെത് 6ൻ്റെ ആണ് അല്ലേ? അപ്പം അതിൽ നിന്ന് 1ൽ നിന്ന് ഈ 1/5 മൈനസ് ചെയ്താൽ ബാക്കിയുള്ളതായിരിക്കൂലേ പിൻ്റെയും ക്യൂവിൻ്റെയും പുതിയ ഷെയർ അല്ലേ? പുതിയ ഷെയർ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യനിൽ എവിടെയും തന്നിട്ടില്ല. അപ്പം നമ്മളത് അസംഷനിലൂടെ നമ്മളത് കണ്ടെത്തുകയാണ്. ആദ്യം ടോട്ടൽ പ്രോഫിറ്റ് 1 എന്നുള്ളത് സങ്കല്പിക്കുക. ഈ 1ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുക? 6ൻ്റെ പുതിയ ഷെയർ ആയിട്ടുള്ള 1/5 കുറച്ച് നോക്കുക. അപ്പോൾ 1/5 6ന് കൊടുത്താൽ ബാക്കി ആ 1ലുള്ള ബാക്കി എത്രയാണോ അതായിരിക്കും ആരുടേത്? പിൻ്റെയും ക്യൂവിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ന്യൂ ഷെയർ അല്ലേ? അപ്പോൾ അത് എത്രയാന്നുള്ളത് കാണാം.
അപ്പോൾ എങ്ങനെയാണ് വരിക? 1 മൈനസ് 1/5 ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് ആ ആറിൻ്റെ ഷെയർ കുറയ്ക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു 1 മൈനസ് 1/5 എങ്ങനെ ചെയ്യുക? ആ 5നെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് 5 ഇൻറ്റു 1 എത്രയാണ്? 5. ആ 5 മൈനസ് ആ ടോപ്പിലുള്ള 1 കുറയ്ക്കുക. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 1 മൈനസ് 1/5 എങ്ങനെയാണ് വരിക? 4/5. നമ്മൾ നേരത്തെ ആ പ്രോബ്ലത്തിൽ ചെയ്ത അതേ രീതിയാണ്. അപ്പോൾ 4/5 ആണ്. അപ്പോൾ ഈ 4/5 എന്താണ് ആക്ച്വലി? ന്യൂ ഷെയർ ഓഫ് P&Q ആണ്. P&Qൻ്റെ ന്യൂ ഷെയർ ആണ്. പക്ഷെ അത് നമുക്ക് സ്പ്ലിറ്റ് ആയിട്ടില്ല, അത് ഒന്നിച്ചുള്ളതാണ് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? Pൻ്റെ ന്യൂ ഷെയർ എത്ര? ഈ 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P പ്ലസ് Qൻ്റെ ന്യൂ ഷെയർ ആണ്. ഇനി അതിൽ നിന്ന് ഈ 4/5ൻ്റെ Pൻ്റെ എത്രയാണ് Qൻ്റെ എത്രയാണെന്നുള്ളത് വേർതിരിച്ചെടുക്കണം. അതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. ഇനി ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? Pൻ്റെ ന്യൂ ഷെയർ കാണാം. Pൻ്റെ ന്യൂ ഷെയർ എത്രയായിരിക്കും? ഈ 4/5 ആണല്ലോ അല്ലെ, താഴെ കൊടുത്തിരിക്കുന്ന 4/5 ആണ് അവരുടെ Pൻ്റെയും Qൻ്റെയും കൂടി. അപ്പം ഈ 4/5ൻ്റെ അയാളുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 5/8 അല്ലേ? അപ്പോൾ 5/8 ആയിരിക്കും എന്ത്? Pൻ്റെ ന്യൂ ഷെയർ. അപ്പം 4/5 ഇൻറ്റു 5/8. 4/5 എന്താണ്? Pൻ്റെയും Qൻ്റെയും കൂടി കമ്പൈൻഡ് ഷെയർ ആണ്. അതിൽ Pൻ്റെ എത്രയാണോ ഓൾഡ് റേഷ്യോ അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുക. 4 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 8. 4 ഇൻറ്റു 5 എത്ര വന്നു? 20 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 40. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 20/40. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം സിംപ്ലിഫൈ ചെയ്യുന്നില്ല, അത് അങ്ങനെ നിൽക്കട്ടെ. ഇതേപോലെ Qൻ്റെയും കണ്ടെത്തുക. Qൻ്റെ ന്യൂ ഷെയർ എങ്ങനെയാണ് വരിക? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ 4/5 ആർക്കും ഉണ്ട് പങ്ക്? Qനും പങ്കുണ്ട് അല്ലേ? അത് അയാളുടെ പഴയ റേഷ്യോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് Qൻ്റെ പുതിയ ഷെയർ കിട്ടും അല്ലേ? ഈ 4/5 നമ്മൾ ഇവിടെ പറഞ്ഞ ഈ 4/5 എന്നുള്ള അതേ 4/5ൻ്റെ 3/8 ഉള്ളൂ ആർക്ക് കിട്ടുക? Qന് കിട്ടുക അല്ലേ? അപ്പോൾ അത് അതേപോലെ തന്നെ ചെയ്യാം. 4/5 ഇൻറ്റു 3/8. 4 ഇൻറ്റു 3 മുകളിൽ എഴുതുക, 5 ഇൻറ്റു 8 താഴെ എഴുതുക. 4 ഇൻറ്റു 3 12, 5 ഇൻറ്റു 8 40. അപ്പോൾ ഇത് കിട്ടി. ഇനി ആറിൻ്റെ ഷെയർ എത്രയാണ്? നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 1/5 ആണ് ന്യൂ ഷെയർ അല്ലേ? ആറിൻ്റെ ന്യൂ ഷെയർ ഓൾറെഡി തന്നിട്ടുണ്ട്. 1/5 ആണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇത് ബേസ് 20, ഇത് 40 ആണ് ബേസ്. ഈ ആൻസറിൻ്റെ ബേസും 40 ആണ്. പക്ഷേ ഈ ന്യൂ ഷെയറിൻ്റെ ബേസ് വ്യത്യാസമുണ്ട്, 1/5 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ബേസിനെ നമുക്ക് 40ലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8 കൊണ്ട് ഗുണിച്ചാൽ പോരെ അല്ലേ? താഴെയുള്ള സംഖ്യനെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര വന്നു? 5 ഇൻറ്റു 8 അല്ലേ 40 അല്ലേ? അപ്പോൾ അത് 40ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 1/5നെ നമ്മളെ ബേസ് 40ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തുകൊണ്ട് ഗുണിക്കണം എന്ന് നോക്കുക. അപ്പോൾ 8 കൊണ്ട് ഗുണിച്ചാലാണ് താഴെ 40 കിട്ടുക അല്ലേ? അപ്പോൾ ഈ താഴെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിലും നമ്മൾ എന്ത് ചെയ്യുക? 8 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 8 40. ഇപ്പം 3 പുതിയ ഷെയറിൻ്റെയും ബേസ് നമുക്ക് എത്ര കിട്ടി? ഇത് 40 ആയി, ഇത് 40 ആയി, ഇതും 40 ആയി. ഇനി അതെങ്ങനെ എഴുതാം? ന്യൂ ഷെയർ എന്ന് പറഞ്ഞ് PQRൻ്റെ 2/40 = 12/40 = 8/40. അപ്പോൾ അങ്ങനെ കോമൺ ബേസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബേസ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാണ് വരിക? 20:12:8. 20:12:8. ഇനി അതിലും നമുക്ക് അതിനെ ഇനി സിംപ്ലിഫൈ ചെയ്തൂടെ? ഈ 3ലും പോകുന്നൊരു സംഖ്യ, കോമൺ സംഖ്യ ഉണ്ട്. ഏതാണ്? ഈ 3ലും എത്ര പോകുന്നുണ്ട്? 4 പോവില്ലേ? 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആദ്യം 2 പിന്നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്നിച്ച് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇനിയും ചെറുതാക്കി കൊണ്ടുവരാം അല്ലേ? 3 സംഖ്യനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? അപ്പോൾ ആദ്യം 20/4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. പിന്നെ 12/4 ചെയ്താൽ 3 കിട്ടും. 8/4 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? അപ്പം അങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മളുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ PQRൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്ര കിട്ടുക? 5:3:2 എന്നുള്ളത് കിട്ടും.